കേരളത്തിലെ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരൊക്കെ അവർ തൊഴിൽ നേടി മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്ന അവസ്ഥ, കേരളത്തിലെ സർക്കാർ ജോലിയോട് വിമുഖത കാണിക്കുന്ന ഒരു ചെറുപ്പക്കാരുടെ കൂട്ടം കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതിനൊക്കെ കാരണം നമുക്കറിയാം, ജീവനക്കാർക്ക് ലഭ്യമാകേണ്ട ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി നൽകാൻ കേരള സർക്കാർ തയ്യാറാകുന്നില്ല എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു കാര്യം, ദേശീയ NPS-ന്റെ തുക കേരളത്തിലെ ജീവനക്കാരിൽ നിന്നും KSRTC ജീവനക്കാരിൽ നിന്നും പിടിച്ചെടുക്കുന്നു. എന്നാൽ അത് കൃത്യമായും ആ ഫണ്ടിലേക്ക് അടയ്ക്കുന്നില്ല എന്നുള്ള ഒരു വസ്തുതയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്നൊരു സർക്കാർ, ആ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 7 പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ കൂടി ഈ പങ്കാളിത്ത പെൻഷൻ പദ്ധതി നടപ്പിലാക്കുകയാണ് ചെയ്തത്. ഒരു ക്ലെയിമുമായി KSRTC ജീവനക്കാരൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപകടമോ അല്ലെങ്കിൽ മരണമോ സംഭവിച്ചാൽ നമുക്കറിയാം, വളരെ റിസ്ക് ഉള്ള ജോലിയാണ് KSRTC ജീവനക്കാർ ഏറ്റെടുത്തിട്ടുള്ളത്. അത്തരം ജോലി ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന പലവിധത്തിലുള്ള രോഗങ്ങൾ, അതുപോലെ തന്നെ ആക്സിഡന്റ് മരണങ്ങളടക്കം നിരവധി അവസരങ്ങളിൽ ഇത് ക്ലെയിം ചെയ്യുന്ന സമയത്ത് അവർക്ക് ലഭിക്കുന്ന മറുപടി എന്താണ്? ഇത്തരം ഇൻഷുറൻസ് തുകകളൊന്നും തന്നെ, KSRTC ജീവനക്കാരുടെ ഇൻഷുറൻസ് തുകകളൊന്നും തന്നെ ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അടയ്ക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. കണ്ണൂര് ഒരു ADM ഈ ഭരണവിലാസം സർവീസ് സംഘടനയുടെ സഹയാത്രികനായിരുന്നു. അവരുടെ തന്നെ പാർട്ടിയുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PP ദിവ്യ അവരാക്ഷേപിച്ചു. ഒരു പൊതുവേദിയിൽ വന്ന് അദ്ദേഹത്തിന് യാത്രയയപ്പ് കൊടുക്കുന്ന ഒരു സ്വകാര്യ ചടങ്ങിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് ക്ഷണിക്കപ്പെടാതെ വന്ന് ആക്ഷേപിച്ചതിന്റെ ഫലമായിട്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അപ്പൊ ആ മരണത്തിന് ഉത്തരവാദികളായവരെ കണ്ടെത്തണമെന്ന് ആവശ്യപ്പെടാൻ പോലും അവരുടെ സഹയാത്രികരായിട്ടുള്ള ആ രാഷ്ട്രീയ പാർട്ടികളുടെ സർവീസ് സംഘടനയ്ക്ക് കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ എന്തുമാത്രം അധപ്പതിച്ചിരിക്കുന്നു ഇവിടുത്തെ ഭരണവിലാസം സർവീസ് സംഘടനകൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം.